എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കുറയത്തില്ല. അത് ശരിയാ, അങ്ങനെയാ ബൈബിൾ പറയുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, അത് മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ പറയുന്നു, അതിന് കുറവ് സംഭവിക്കാം. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ സംഭവിക്കും. നമ്മുടെയൊക്കെ മെഡിക്കൽ കോളേജുകളുടെ വാതിക്കൽ ഒരു തൊട്ടിൽ വെച്ചിട്ടുണ്ട്. നല്ലൊരു പേരാ അമ്മ തൊട്ടിൽ. എന്താ അമ്മ തൊട്ടിലിന്റെ പ്രത്യേകത? സമൂഹത്തിലെ അമ്മമാർക്ക് കൊടുക്കുന്ന സന്ദേശമാണ്, പ്രസവിച്ച കുഞ്ഞിനെ വേണ്ടെങ്കിൽ തെരുവിൽ വലിച്ചെറിഞ്ഞ് പട്ടിയോ പൂച്ചയോ പക്ഷികളോ കൊത്തി തിന്ന് അതിനെ ഇല്ലാതാക്കാതെ രാത്രിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ഇരുളിന്റെ മറവ് പറ്റി നിങ്ങളുടെ ആ കുഞ്ഞിനെ തൊട്ടിൽ നിങ്ങൾ കൊണ്ടിട്ടാൽ നിങ്ങളുടെ കുഞ്ഞിനെ മൃഗങ്ങൾ തിന്നത്തില്ല, ഞങ്ങൾ വളർത്തിക്കോളാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമ്മ തൊട്ടിൽ കുഞ്ഞുങ്ങൾ വീഴാറുണ്ടോ എന്ന്? എൻ്റെ പ്രിയമുള്ളവരെ, മിക്ക രാത്രികളിലും നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ വാതിക്കൽ സ്ഥാപിച്ചിരിക്കുന്ന അമ്മ തൊട്ടിലുകൾ മണിയടിക്കാറുണ്ട്. മണിയുടെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് അമ്മ ഓടി രക്ഷപ്പെടും. അകത്തുനിന്ന് ഈ കുഞ്ഞുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു നേഴ്സ് പുറത്തേക്ക് ഓടി വന്ന് തൊട്ടിൽ കിടക്കുന്ന ചോര കുഞ്ഞിനെ എടുത്ത് തന്റെ മാറോട് അണച്ചുകൊണ്ട് അകത്തോട്ട് ഓടും. അപ്പനേതാ അമ്മയേതാ എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ആ കുഞ്ഞ് പിന്നത്തേതിൽ വളർത്തപ്പെടും. അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, അമ്മയ്ക്ക് സ്നേഹമില്ലാതെയാകും, അമ്മയ്ക്ക് സ്നേഹം കുറഞ്ഞു പോകും. ഈ ലോകത്തിലെ 1-ാം നമ്പർ സ്നേഹമായ മാതൃസ്നേഹത്തെ കുറഞ്ഞു പോകുമെന്ന ഈ പുസ്തകവും ഇന്ന് നമ്മൾ വസിക്കുന്ന സമൂഹവും ഉറപ്പിച്ചു പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഒരു സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്നേഹത്തിന് മാത്രമുള്ള ഒരു പേരാ അഗാപ്പേ. ആ സ്നേഹത്തിന്റെ പ്രത്യേകത യേശു നമ്മളെ സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹത്തിന് കുറവ് വരത്തില്ല. പ്രായം വന്നാലും ആ സ്നേഹം കുറയത്തില്ല. രോഗം വന്നാലും ആ സ്നേഹം കുറയത്തില്ല. ബിസിനസ് തകർന്നാലും ആ സ്നേഹം കുറയത്തില്ല. ജോലി നഷ്ടപ്പെട്ടാലും ആ സ്നേഹം കുറയത്തില്ല. എല്ലാവരും കർത്താവിനോട് സ്തോത്രം ചെയ്യാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റൊക്കെ നമ്മളോടുള്ള ഓരോരുത്തരുടെയും സ്നേഹം കുറയുന്ന വഴികളാണ്. ബിസിനസ് തകർന്നാൽ സ്നേഹിതരകലും, ജോലി നഷ്ടപ്പെട്ടാൽ സ്നേഹിതരകലും, പ്രായം വരുമ്പോൾ അടുത്തവരകലും, രോഗം വരുമ്പോൾ സ്നേഹിച്ചവർ കണ്ണില്ലെന്ന് വിചാരിക്കും. പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെട്ടാൽ ഏറ്റവും അടുത്ത സ്നേഹിതർ പോലും കണ്ണില്ലെന്ന് പറഞ്ഞ് മറയും. എന്നാൽ ഈ ലിസ്റ്റുകൾക്കൊന്നും ബാധിക്കാത്ത ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. അതിന് ഗ്രീക്കിൽ ഒറ്റ പദം അഗാപ്പേ, the unconditional sacrificial love. നമ്മൾ ആരെന്ന് ഉള്ളതുപോലെ അറിഞ്ഞ്, നമ്മുടെ സ്വഭാവം ഉള്ളതുപോലെ അറിഞ്ഞ്, നമ്മുടെ ഭാവി ഉള്ളതുപോലെ അറിഞ്ഞ്, നമ്മുടെ പാരമ്പര്യം ഉള്ളതുപോലെ അറിഞ്ഞ്, നമ്മുടെ രോഗം ഉള്ളതുപോലെ അറിഞ്ഞ്, നമ്മുടെ ബലഹീനത ഉള്ളതുപോലെ അറിഞ്ഞ്, നമ്മുടെ കുറവുകൾ ഉള്ളതുപോലെ അറിഞ്ഞ്, നമ്മുടെ സ്വഭാവത്തിന്റെ പോരായ്മ ഉള്ളതുപോലെ അറിഞ്ഞ്, ഇന്ന് രാത്രിയിലും നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരൊറ്റ സ്നേഹമേ ഉള്ളൂ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഇന്ന് രാത്രിയിൽ ആ സ്നേഹത്തിന്റെ ആഴം നമുക്കൊന്ന് തിരിച്ചറിയാം. ഹല്ലേലൂയ. രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച രംഗം എന്ത് ഭീകരമാണ്. ചമ്മട്ടി കൊണ്ട് അടിച്ചാടി ഭയങ്കരമാണ്. വർണ്ണിക്കാൻ എനിക്ക് സമയമില്ല, സമയം കുതിച്ചു പോവുകയാണ്. ചമ്മട്ടിയുടെ അടുക്കൽ ഒരു കൊളുത്ത് കെട്ടിയിട്ടുള്ള ഒരു ലോഹം ചേർത്ത് കിട്ടിയിരിക്കുകയാണ്. അടിക്കുമ്പോൾ ഈ ചമ്മട്ടി ശരീരത്തിൽ ചുറ്റുന്ന കൂട്ടത്തിൽ ലോഹം തൊലിയെ ഉടക്കും. ക്രിസ്തലോ വലിച്ചു മറിക്കുകയാണ്. നമ്മുടെ നല്ല സാരിയൊക്കെ ഉടുത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു തൊട്ടാവാടി നമ്മുടെ നല്ല സാരിയെ ഒന്ന് ഉടക്കിയാൽ പോമുള്ള എന്ന് പറഞ്ഞ് സാരി വലിച്ചു പറിക്കുമോ? ആരും വലിച്ചു പറിക്കത്തില്ല. ഇന്നലെ 5000 രൂപ കൊടുത്ത് മേടിച്ച സാരിയാണ്. നമ്മൾ കുനിയാൻ വയ്യെങ്കിലും അവിടെ ഒന്ന് കുനിയും, താഴാൻ വയ്യെങ്കിലും അവിടെ ഒന്ന് താഴും. മുള്ളിനും നോവാതെ സാരിക്കും നോവാതെ മുള്ളിനെ നമ്മൾ എടുത്തു മാറ്റും. മുള്ളിന് നോവാതെ എന്ന് പറഞ്ഞാൽ മുള്ളിന് നൊന്താൽ സാരി കീറും. അതുകൊണ്ട് രണ്ടിടത്തും നോവാൻ പാടില്ല. ഈ മനോഭാവത്തോടെ നമ്മൾ കേവലം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് പോലും ബഹുമാനം കൊടുക്കുമ്പോൾ അവന്റെ ശരീരത്തിന് ബഹുമാനം കൊടുക്കാൻ അവർ തയ്യാറായില്ല. ചാട്ട വലിച്ചു മറിച്ചപ്പോൾ അടർന്നു വീണത് മാംസകഷ്ണങ്ങളായിരുന്നു. അവന്റെ തലയ്ക്ക് മുകളിൽ വെച്ച മുൾക്കിരീടം അവൻ അടിച്ച് സെറ്റ് ചെയ്തപ്പോൾ അതിന്റെ ആണികൾ തലയോട് വരെ തുളച്ചു ചെന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ക്രൂശിൽ കടന്നപ്പോഴും ഇത് ഇളകിപ്പോകാതിരിക്കണമെങ്കിൽ അത് ആഴത്തിൽ ഉറപ്പിച്ചു വെക്കണമായിരുന്നു. അത്രയ്ക്ക് ഭീകരമായിട്ട് അവന്റെ തലയിൽ അവർ മുൾക്കിരീടം അടിച്ചിറക്കി വെച്ചത്. അത്രയ്ക്ക് ഭീകരമായിരുന്നു അവൻ നേരിട്ട പീഡനങ്ങൾ. റോമ കത്രിക്കുന്നവരുടെ
മുന്നിൽ പ്രതികരിക്കുവാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഉള്ളതോർന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അവനൊന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ അവിടെ നിന്നവരെ മുഴുവൻ നിഷ്ഫലമാക്കത്തക്കവണ്ണം പിൻബലം അവനുണ്ടായിരുന്നു. അവൻ മുകളിലോട്ട് നോക്കിയിരുന്നെങ്കിൽ മീഖായേലിന്റെ നേതൃത്വത്തിൽ ദൂതസൈന്യം അവിടെ ഇറങ്ങുമായിരുന്നു. എന്നാൽ പ്രതികരിക്കാതെ, അതിന് മറുപടി കൊടുക്കാതെ, യെശയ്യാവ് പറയുന്നത് പോലെ റോമർ കത്തിരിക്കുന്നവരുടെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ അവൻ നിന്നാൻ കാരണം നമ്മുടെ വീണ്ടെടുപ്പായിരുന്നു. സ്തോത്രം ചെയ്താട്ടെ. രാത്രി വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹം ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുമ്പോൾ ഓർത്തോണേ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ സഹിച്ചതിന്റെ ആഴം വർണ്ണിക്കുവാൻ ഇന്ന് രാത്രിയിൽ വാക്കുകൾ പോരാ. യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വേഗത്തിൽ പറഞ്ഞു പോകാം. അവന്റെ തലയുടെ മുകളിൽ എഴുതിയ മേലെടുത്ത് നമുക്കറിയാം 3 ഭാഷകളിൽ, എബ്രായ, ഗ്രീക്ക്, ലാറ്റിൻ ലാംഗ്വേജ് അന്നത്തെ പ്രമുഖ ഭാഷകൾ. ലാറ്റിൻ ഭാഷ റോമൻ ഗവൺമെന്റ്, ഗ്രീക്ക് ഭാഷ ലോകത്തെ പ്രതിദാനം ചെയ്യുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ നാടുമുണ്ട്. ലോകത്തിന്റെ ഭാഷയായ ഗ്രീക്ക്, മൂന്നാമത്തെ ഭാഷകളുടെ സ്വന്തം ഭാഷയായ എബ്രായ ഭാഷ. 3 ഭാഷകളുടെ മുകളിൽ ഭാഷയിൽ അവന്റെ തലയുടെ മുകളിൽ എഴുതി വെച്ച വാചകം യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവ്. ലോകം അവനെ ആക്ഷേപിക്കുവാൻ വേണ്ടി എഴുതി വെച്ചെങ്കിലും തിരുവെഴുത്ത് പറയുന്ന ഒരു വാചകം ഓർക്കുമ്പോൾ ഇന്ന് രാത്രി സ്തുതിക്കാം. അവൻ ക്രൂശിൽ കിടക്കുമ്പോഴും അവന്റെ